വോട്ടർമാരുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്ന മീഡിയ വൺ വോട്ട് വഴി വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമായി ഇന്ന് ആരംഭിക്കുകയാണ്. കാസർഗോഡ് കളങ്കരയിൽ നിന്നുള്ള വോട്ട് വഴി കാണാം. ഇനി നമസ്കാരം. മീഡിയ വണ്ണിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് പരിപാടിയായ വോട്ട് വഴിയിൽ ഇവിടെ തുടങ്ങുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങൾ, തെക്ക് നിന്നും വടക്ക് നിന്നും ഒരേ സമയം, ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും ഒരു യാത്ര, വോട്ടർമാരെ നേരിൽ കണ്ട് അവരുമായി സംവദിച്ചുകൊണ്ട് ഒരു യാത്ര. വോട്ട് വഴിയിൽ നമ്മൾ ഇപ്പോഴുള്ളത് കാസർഗോഡെ പ്രശസ്തമായ മാലിക് ദിനാർ പള്ളിക്ക് മുന്നിലാണ്. ഇവിടെയുള്ള പ്രബുദ്ധരായ വോട്ടർമാർ എങ്ങനെ ചിന്തിക്കുന്നു, അവരെന്തു പറയുന്നു എന്ന് നമുക്ക് അവരോട് ചോദിച്ചറിയാം. എന്താണ് കാസർഗോഡിൻ്റെ ഒരു ട്രെൻഡ്? പ്രത്യേകിച്ചും ശക്തമായൊരു മത്സരം എന്നുള്ളൊരു പ്രതീതി വന്നിരിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നിരിക്കുന്നു, ജനകീയ നേതാവ് എന്ന പ്രതിച്ഛായയുള്ള സതീഷ് ചന്ദ്രനും ഒരു വശത്ത് നിൽക്കുന്നു. ഈ CPM-ൻ്റെ അല്ലെങ്കിൽ LDF-ൻ്റെ കുത്തകയാണ് എന്നറിയപ്പെടുന്ന ഒരു മണ്ഡലമാണ് കാസർഗോഡ്. എന്തായിരിക്കും ഇത്തവണത്തെ ഒരു ട്രെൻഡ്? തീർച്ചയായിട്ടും ഒരു 10 വർഷം മുമ്പ് CPM-ൻ്റെ കുത്തക തന്നെയായിരുന്നു. അത് മുന്നേ 90,000 വോട്ടിന് വിജയിച്ചിരുന്ന CPM കഴിഞ്ഞ പ്രാവശ്യം സിദ്ദീഖിനോട് പഞ്ചായത്തിൻ്റെ ഉള്ളിലുണ്ട് ഇതായിരുന്നു ജയിച്ചിരുന്നത്. ആ വോട്ടിനെ ഇപ്രാവശ്യം മറികടക്കാൻ ഞങ്ങളുടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി 6,000-നും 10,000-ൻ്റെ ഇടയിൽ വിജയിക്കും ഞങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട്. ഒന്ന് നമ്മുടെ കൊലപ്രശ്നം, പെരിയാറിൻ്റെ കൊലപ്രശ്നമാണ്. രണ്ടാമത് പിന്നെ BJP CPM കുറച്ച് വർഗീയപരമായിട്ടാണ് ഇപ്രാവശ്യം വോട്ട് പിടിക്കുന്നുണ്ട്. അത് ഈ തളങ്കര എന്നൊരു സ്ഥലത്ത് ഇവിടെ CPM-ന് ഒരു 3% വോട്ട് ഇവിടെ നിന്ന് കിട്ടുന്നുള്ളൂ. ഓക്കെ, LDF ജയിക്കുമെന്ന് പറയാൻ എന്താണ് കാരണം? അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ട് UDF വളരെ മുന്നിൽ വരികയാണ്. തുടർന്ന് ഒരു രാജധാനി എക്സ്പ്രസ് പോലും കാസർഗോഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത MP ആയിരുന്നു ഇതിന് മുമ്പുണ്ടായിട്ടുള്ളത്. ജനകീയനായ MLA എന്നെ നെല്ലിക്കുന്ന അതിൽ പരിശ്രമിച്ച് അദ്ദേഹത്തിൻ്റെ പരമാവധി ശ്രമിച്ച് ലാസ്റ്റ് ചെയിൻ വിളിച്ചാണ് കാസർഗോഡ് ആ രാജധാനി എക്സ്പ്രസ് നിർത്തിയിട്ടുള്ളത്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഒരു പരിധിവരെ ഉദുമ, ഈ 3 മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് കല്യാശ്ശേരി, പയ്യന്നൂർ ഒക്കെ കാസർഗോഡാണ് വരുന്നത്. ഇത്രയും വലിയൊരു ലീഡിനെ മറികടക്കാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ എങ്ങനെ? രാജ്മോഹൻ ഉണ്ണിത്താൻ എന്തെന്ന് വെച്ചാൽ ഒരു ജനകീയ നേതാവാണ്. അപ്പുറത്ത് ഈ അമ്പലത്തറ എന്ന ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ പഴയ മാതിരി ആൾക്കാർ ചിന്തിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പഴയ അക്രമ രാഷ്ട്രീയത്തിന് ആരും സപ്പോർട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ന്യൂ ജനറേഷനാണ്, അവർക്ക് ബുദ്ധി വന്നു കഴിഞ്ഞു. പഴയ രാഷ്ട്രീയമല്ല. ഇപ്പോൾ ഉണ്ണിത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കാസർഗോഡ് മണ്ഡലത്തിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഈ പ്രാവശ്യം കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം 5,000 വോട്ടിനാണ് കുറവുണ്ടായിട്ടുള്ളത്. ഈ പ്രാവശ്യം 15,000 വോട്ടിന് വിജയിപ്പിക്കാൻ എല്ലാവിധ സാധ്യതകളും. പക്ഷേ ഈ DCC-ലെ പ്രശ്നങ്ങൾ, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ്? അതൊക്കെ ബാധിക്കില്ലേ തെരഞ്ഞെടുപ്പിനെ? പക്ഷേ ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ കോൺഗ്രസിൻ്റെ ഐക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നുള്ളത്. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രശ്നം ഇപ്പോൾ ഉദിക്കുന്നില്ല. ഒന്ന്, രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നപ്പോൾ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് CPM അതിനൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ നോക്കിയത്. പക്ഷെ അത് വെറുതെ അവരുണ്ടാക്കിയ ഒരു ഇഷ്യൂ മാത്രം. പക്ഷേ ഇപ്പോൾ പറയപ്പെട്ടത് ഒന്ന്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് നമ്മൾ ആയുസ് ദൈവം എത്ര തരുന്ന അത് ജീവിക്കാനല്ല ആഗ്രഹിക്കും. പക്ഷെ ഒരു 18 വയസ്സുള്ളയും 24 വയസ്സുള്ള 2 കുട്ടികളെ ഒരു വീട് എന്ന് പറയാനില്ല അവർക്ക്. ശരിക്കും ഇത്തരത്തിലുള്ള ആ ഒരു മതിലിൻ്റെ ഉള്ളിൽ ആ താമസം, അമ്മ, അച്ഛന്, ഒരു പെങ്ങള്, ആങ്ങളെ, ഈ ഒരു 4-5-8 ആൾക്കാർ ഒരു ഷെഡിൻ്റെ ഉള്ളിലാണ് താമസം. അങ്ങനെയുള്ള വീട്ടിലുള്ള വെറും പാവപ്പെട്ട കൃപേഷ് ശരദ്ലാൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട കുട്ടികളെ ഒരു ഇറച്ചി വെട്ടും പോലെ വെട്ടി കൊലപ്പെടുത്തിപ്പോൾ ഒരു ലൈവ് നമ്മളൊരു 2 മാസം മുമ്പാണ് കണ്ടത്. ഇതിനെതിരായി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറയപ്പെട്ട ഈ കല്യാൺശ്ശേരിയും പിന്നെ അതുപോലെ പയ്യന്നൂർ ഭാഗത്തുള്ള ജനങ്ങൾ അത് ദേശാഭിമാനി പത്രം മാത്രം എത്തിക്കൊണ്ടുള്ള സമയത്ത് ആ CPM നോട്ട് കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയൻ്റെ ഒരു ഏറ്റവും വലിയ ടൈമാണ്. ഇന്ന് എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ കൊലപാതക രാഷ്ട്രീയം പ്രധാന ചർച്ചാ വിഷയമാകുന്നത് ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയമാണ്. പക്ഷേ സതീഷ് ചന്ദ്രൻ്റെ ഒരു ജനകീയ മുഖം ഉണ്ടല്ലോ. ഈ സതീഷ് ചന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഇത്തരം അക്രമങ്ങളോട് അധികം യോജിച്ച് പോകാത്ത ഒരാളാണ്, അതിനോട് യോജിപ്പില്ലാത്തതാണ്, അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്, ജനകീയ മുഖമുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്നത് ഈ സതീഷ് ചന്ദ്രൻ്റെ ജനകീയ മുഖം ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത് ഒരു 4,000-ഓളം കൂടുതൽ ജനങ്ങളെ കൊലപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ കയറിയിട്ടുള്ള നരേന്ദ്രമോദി, ആ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനുള്ള ആഗ്രഹമാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുള്ളത്. ആ സമയത്ത് ഡയറക്റ്റ് ഇന്ന് ഒരു സൈറ്റ് വിൽക്കുമ്പോൾ, ഒരു സ്ഥലം വിൽക്കുമ്പോൾ ബ്രോക്കർ ഒഴിവാക്കിക്കൊണ്ട് ബോർഡ് വെക്കലുണ്ടല്ലോ. അതെന്തിനാണ്? ഡയറക്റ്റ് പാർട്ടിയായി ബന്ധപ്പെടാനായിട്ട്, ആ ബ്രോക്കർ ഫീസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ CPM ഇവിടെ പറയുന്നത് ഞങ്ങൾ വിജയിച്ചാലും കോൺഗ്രസ്സിനെ സപ്പോർട്ട്. പക്ഷെ അതല്ല, ഇപ്പോൾ ഡയറക്റ്റ് ഒന്ന് കോൺഗ്രസ്സിനെ ജയിപ്പിച്ച്
രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം എത്തിക്കാനുള്ള ഒരു പരിപാടിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുമോ ഏട്ടാ? രാഹുൽ ഗാന്ധി അവർ അതിന്റെ അവകാശപ്പെട്ടവരാണ് അവർ തറവാട് തന്നെ അതിന്റെ ഗാന്ധി കുടുംബമാണ് ഇതിന് അവകാശപ്പെട്ടവരെന്നാണ് പറയുന്നത്. അങ്ങനെ കാസർഗോഡ് മണ്ഡലത്തിൽ നിന്നും വോട്ട് വഴി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇപ്പോൾ UDF പ്രവർത്തകർ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകരാണ് നമ്മോട് കൂടെ സംവദിച്ചത്. അവർ രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇവിടെ അക്രമ രാഷ്ട്രീയം ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആകും എന്നാണ് പറഞ്ഞു വരുന്നത്. വോട്ട് വഴിയിൽ നമുക്ക് ഇനി അടുത്ത ഇടത്തേക്ക് നീങ്ങാം.